KM മാണി മരിച്ചിട്ടും പക തീരാത്ത PJ ജോസഫ് വീണ്ടും വിദ്വേഷം നിറഞ്ഞ പ്രസ്താവന. അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് നേതൃത്വം. കേരള കോൺഗ്രസ് എമ്മിനെ എങ്ങനെയെങ്കിലും UDF പാളയത്തിൽ എത്തിക്കുന്നതിനുള്ള തീവ്ര പരിശ്രമങ്ങൾ നടക്കുന്നതിനിടെ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനുമെതിരെ തുടർച്ചയായി പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുകയാണ് PJ ജോസഫും മോൻസും. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനം തടയുക എന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ ലക്ഷ്യമെങ്കിലും അത് പരോക്ഷമായി ബാധിക്കുന്നത് UDF-നെയാണ്. 9 വർഷത്തോളമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-നെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കുന്നതിനായി LDF-ലെ ഘടകകക്ഷികളുടെ പിന്നാലെ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം നടക്കുമ്പോഴാണ് ആ നീക്കങ്ങൾക്ക് പാരവയ്ക്കുന്ന പ്രസ്താവനകളുമായി ജോസഫും മോൻസും ഇറങ്ങിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ രോക്ഷം കൊള്ളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം PJ ജോസഫ് നടത്തിയ പത്രസമ്മേളനം കേരള കോൺഗ്രസ് എമ്മിനെയും ജോസ് കെ മാണിയെയും പുലഭ്യം പറയാനായി ഉപയോഗിച്ചതല്ലാതെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടിയും നൽകിയില്ല. എന്തൊക്കെയോ വ്യക്തിഹത്യ നടത്തി പത്രസമ്മേളനം അവസാനിപ്പിച്ചു പോവുകയായിരുന്നു. പൊതുവെ പറച്ചിൽ PJ ജോസഫ് ക്ഷീണിതനാണ്, അതുകൊണ്ട് മകൻ അപ്പു ആണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അപ്പന് പകരം മത്സരിക്കുക എന്നാണ്. എന്നാൽ മകനെ കളത്തിലിറക്കുവാനുള്ള ജോസഫിന്റെ ഒരു അടവ് നയം ആണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഏകദേശം 1 വർഷത്തോളമായി PJ ജോസഫ് മകനെയാണ് എല്ലാ പരിപാടികൾക്കും വിടുന്നത്. എന്നാൽ മകനാകട്ടെ അത്ര ശോഭിക്കുന്നുമില്ല. ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ വീണ്ടും PJ ജോസഫ് വർദ്ധിത വീര്യത്തോടെ കളത്തിൽ നിറയുന്നു. ഒരു ആരോഗ്യ പ്രശ്നവും അദ്ദേഹത്തിനുള്ളതായി കാണാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനേക്കാൾ ചെറുപ്പം. ഏക പ്രശ്നം പ്രായത്തിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. വാ തുറന്നാൽ ഒന്നുകിൽ മണ്ടത്തരം, അല്ലെങ്കിൽ ജോസ് കെ മാണിയെയും KM മാണിയെയും വ്യക്തിഹത്യ നടത്തുക എന്നതാണ് നയം. പണ്ട് മന്ത്രിയായിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ആരും മറന്നു കാണില്ല. KM മാണി മരിച്ചു കിടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയും പൊതുജനം മറന്നു കാണില്ല. മാണിയെ അടക്കിയ ദിവസം തന്നെ PJ ജോസഫ് യോഗം ചേർന്ന് താനാണ് ഇനിയെല്ലാം എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണല്ലോ. KM മാണിയുടെ മകനെയും മരുമകളെയും മക്കളെയും എല്ലാം വ്യക്തിഹത്യ നടത്തുക എന്നതായിരുന്നു പ്രധാന തൊഴിൽ. KM മാണി മരിച്ച ഒഴിവിൽ നടന്ന ബൈ ഇലക്ഷനിൽ UDF സ്ഥാനാർത്ഥിയെ കാലുവാരിയ PJ ജോസഫ് പിന്നീട് 2 ഇല ചിഹ്നവും പാർട്ടിയും പിടിച്ചെടുക്കാൻ കോടതിയിൽ പോയെങ്കിലും തോറ്റ് തൊപ്പിയിട്ടു. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ കേരള കോൺഗ്രസ് എം ചെയർമാനായി ജോസ് കെ മാണിയെ അംഗീകരിച്ചു. നാണം കെട്ട PJ ജോസഫ് അന്ന് രാത്രിയിൽ മുങ്ങിയതാണ്. ചോദിക്കുമ്പോൾ പറയും അസുഖമാണെന്ന്. എന്നാൽ കാര്യമായ ഒരസുഖവും അദ്ദേഹത്തിനില്ല എന്നതാണ് വാസ്തവം. എന്തായാലും PJ ജോസഫ് തന്നെ വീണ്ടും തൊടുപുഴ സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യത. അപ്പു മോനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് PJക്ക് നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല, മത്സരിക്കുന്നില്ലെങ്കിൽ തൊടുപുഴ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ശക്തമായ ആവശ്യവും പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പോടെ ജോസ് വിഭാഗം കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് തൊടുപുഴയിലുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്.